ഹലോ മിസ്റ്റർ ഇത് കച്ചി. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ഇൻട്രോ? സംഗതി സാധാരണ നമ്മൾ ഹലോ ഗൈസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത്തവണ ഒരു വെറൈറ്റി കാട്ട് ഹലോ മിസ്റ്റർ ഇത് കച്ചി. ഒരു പാട്ടില്ലേ, ഹലോ മിസ്റ്റർ ഇത് കച്ചി. അപ്പോൾ പാട്ടിലോട്ടൊന്നും കിടക്കുന്നില്ല. നമ്മളിന്നൊരു സാധനം അൺബോക്സ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വേറെ എന്തായിരിക്കും? അപ്പോൾ തമ്പനയിലെ കണ്ടു കാണും അത് തന്നെ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, ബ്രോ സ്വിഫ്റ്റ് കൊണ്ടുവരുമോ എന്ന്. അപ്പോൾ താണ്ടെ നമ്മളൊരു സ്വിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യാൻ സി. അപ്പോൾ ഇതാണ് നമ്മുടെ സംഗതി. അപ്പോൾ നമുക്ക് സ്ഥിരം നമ്മുടെ കത്തി, അയ്യോ എന്തത് അത് ഓക്കെ. ഇത്തവണ ഞാൻ എൻ്റെ കത്തി ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻ്റെ ആ ഒരു കത്തി സ്റ്റാൻഡ് കേട്ടാ. ചമ്മോ എന്താ കാലം. ഇതാണ് ടെർബോ, നല്ല നമ്മുടെ ടെർബോ ജോസിൻ്റെ പോലത്തെ ഒരു ടെർബോ. എൻ്റെ അമ്മോ നല്ല കാണാൻ കേട്ടോ. കേട്ടെ അതിൻ്റെ ആ ഹോളുണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു ഹോളിലാണ് ഞാൻ കത്തി ഇങ്ങനെ എടുത്ത് നോക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കും. ഒറ്റക്ക് അതിന് താങ്ങാൻ ഇച്ചിരി പാടാം. അപ്പോൾ ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഹലോ മിസ്റ്റർ ഇത് കച്ചി. പിന്നെ ഒരു സർപ്രൈസ് സാധനം കൂടിയുണ്ട്, അതും കൂടി കാണിച്ചു തരാം. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ സാധനം പുറത്തേക്ക് എടുക്കാം. യെസ്, 2 ഐറ്റം ഉണ്ട്. ആദ്യം നമുക്ക് സ്വിഫ്റ്റിനെ കാണിക്കാം. അപ്പോൾ ഇതാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് കൊള്ളാം കേട്ടോ, സ്വിഫ്റ്റ് കൊള്ളാം, നല്ല രസമുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 189 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. ഞാൻ ആമസോണിലാണ് മേടിച്ചിരിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഓഫേഴ്സും കാര്യങ്ങളൊന്നുമില്ല. 189 രൂപ നമുക്ക് കിട്ടിയ ഒരു പ്രൈസാണ്. അപ്പോൾ ഈ 189 രൂപ നമുക്ക് ഈ ഒരു സാധനം കിട്ടുക എന്ന് പറയുമ്പോൾ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് 189 വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെയാണ് ഓർഡർ ചെയ്തത്. ഇത് ഇന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാളെയാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വിഫ്റ്റിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് സ്വിഫ്റ്റ് ആദ്യം അൺബോക്സ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. മാർച്ച് 2024 മാനുഫാക്ചറാണ്. ഇയർ ബാക്ക് വണ്ടിയാട്ടോ, ഇയർ ബാക്ക് വണ്ടിയാണ്. 4 കളറിലാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിരിക്കുന്നത്. വൈറ്റ് ഉണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, ചുമപ്പുണ്ട്. ചുമപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തതും ചുമപ്പ് തന്നെയാണ്, കാരണം വേറെ കളറൊന്നും അതിനകത്ത് കണ്ടില്ല. പിന്നെ എൻ്റെ സ്കെയിലൊന്ന് മിസ്സിങ് ആയിട്ടുണ്ട്. സ്കെയിൽ കണ്ടുപിടിക്കാൻ ടൈം എടുക്കും. ഒരു സെക്കൻഡ് സ്കെയിൽ വെയിറ്റ് ചെയ്യാൻ പോയിക്കാൻ ടൈം എടുക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ല പാക്കിംഗ് ആട്ടോ, നല്ല പാക്കിംഗ് എന്ന് വെച്ചാൽ നല്ല ഗുഡ് പാക്കിംഗ് ആണ് അവർ ചെയ്ത് തന്നിരിക്കുന്നത്. കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. നല്ല ഫ്രഷ് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രഷ് പീസ് നമുക്ക് അധികം കിട്ടുന്നത് കുറവാണ്. അപ്പോൾ ഞാനിത് വാങ്ങിയിരിക്കുന്നത് ആമസോണിലാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. സെൻറ്റി, ഈ ഇരിക്കുന്നതെല്ലാം സെൻറ്റിയുടെ ഐറ്റംസാണ്. സെൻറ്റി വീൽ ഫോഴ്സ്. ഇങ്ങനെ പാടാർക്കാം. വാവ്, ഒരു കാര്യം കാണിച്ചിട്ടാവേ. ഈ 2 വണ്ടിയുടെയും അലോയ്സ് സെയിം അല്ലേ ഗൈസ്? നോക്കിയേ, 2 വണ്ടിയുടെയും അലോയ്സ് ഒക്കെ സെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡയമണ്ട് കട്ട് അലോയ്സൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചത് അത്ര മോശമല്ല ഈ വണ്ടി, കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു പാക്കിങ്, നിങ്ങൾ സെൻറ്റിയുടെ ആൾക്കാർ ഇത് വീഡിയോ കാണത്തൊന്നുമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ പാക്കിങ് നൽകുമ്പോൾ ഈ പാക്കിങ്ങിൽ നിന്നാണ് ഈ വണ്ടിക്ക് സ്ക്രാച്ചസ് വരുന്നത്. ഈ പാക്കിങ് അത്ര നല്ല പാക്കിങ് അല്ല. വേറെ ടൈപ്പിൽ പാക്കിങ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹോൾഡ് ചെയ്യാൻ വെച്ചിട്ട് വണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയാൽ അത്രയും ബെറ്റർ. വേറെ ഒന്നുമല്ല, ഇതിൽ തന്നെ കിടന്ന് ഒരഞ്ഞ് ഈ വണ്ടിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. നമ്മുടെ ഈ പോളോയിലും സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ പോളോ മേടിച്ചപ്പോഴും ആ ഒരു സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ മിക്കപ്പോഴും സാധനങ്ങൾ കിട്ടുമ്പോൾ ഇതുപോലെ സ്ക്രാച്ചസ് വരാറുണ്ട്. സ്വിഫ്റ്റ് 1.3 ഷിഫ്റ്റ്, ഞങ്ങൾ ഷിഫ്റ്റ് എന്നേ പറയുള്ളൂ. നിങ്ങൾക്കറിയോ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പേര് എത്ര പേരാണ് കറക്റ്റായിട്ട് പറയുന്നത്? എല്ലാവരും ഷിഫ്റ്റ് എന്നല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് സ്വിഫ്റ്റ്. നമ്മൾ ഷെവർലെറ്റ് എന്നൊക്കെ പറയില്ലേ, ഷെവർലെ, അതുപോലെ തന്നെ സ്വിഫ്റ്റ്. ആദ്യം പ്രൊണൗൺസിയേഷൻ പറഞ്ഞ് വീഡിയോയിലാക്കുന്നില്ല. അപ്പോൾ 189 രൂപ കൊള്ളാം. നമ്മുടെ പോളോൻ്റെ അത്രയും വലിയ സൈസൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ പറ്റ്മീൻ്റെ അത്ര ഉണ്ട്. വേണമെങ്കിൽ നമ്മുടെ മറ്റേ വാഗണറിൻ്റെ അത്ര ഉണ്ട്. അങ്ങനത്തെ പറ്റിയാണ്. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ 10-16 വയസ്സായിട്ടും ഇപ്പോഴും ഈ ടോയ്സ് ഒക്കെ ഇട്ട് കളിക്കാനാണോ നേരുള്ളതെന്ന്. നമുക്ക് 10-16 വയസ്സായാലും നമുക്ക് ടോയ്സ് എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ്. ഇതുപോലത്തെ മിനിയേച്ചർ, ഡൈകാസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പ്രായം ഇതിലൊരു വിഷയമല്ല ഗൈസ്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വിഫ്റ്റ് കൊള്ളാം. ബാക്കോട്ട് വിളിച്ചാൽ നല്ല ബുള്ളിങ് ഉണ്ട് വണ്ടിക്ക്. കൊള്ളാം, സ്വിഫ്റ്റ് കൊള്ളാം. സ്വിഫ്റ്റ് നല്ല സ്വിഫ്റ്റാണ്. നമുക്ക് ഡോറൊക്കെ തുറക്കാൻ പറ്റും. ഇതെന്താണ് ബട്ടർഫ്ലൈ ഡോറാണ്. ബട്ടർഫ്ലൈ മേളിലേക്കാണല്ലേ. ഇത് കണ്ടോ, ഡോറ് കണ്ടോ? ഇതിൻ്റെ ഒരു ക്ലോസ് ഡോർ കാണിച്ചു തരാം. ബാക്കിൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. യെസ്, വീണ്ടും നമ്മൾ പോളോ വാങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഈ പോളോ 270 സംതിങ് റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. 290 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിൽ എനിക്ക് സൂപ്പർ കോയിൻ വെച്ചിട്ടാണ് 270 സംതിങ് റുപ്പീസിന് നമുക്ക് ഈ ഒരു പോളോ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് ആമസോണിൽ ഈ സാധനം 250 രൂപ കിട്ടി. വാട്ട് ഈസ് ദിസ്? പക്ഷേ മഞ്ഞ കളറാണ്, പക്ഷേ വെള്ള കളറാണ് കാണാൻ ഭംഗി. അലോയ്സൊക്കെ സെയിം തന്നെയാണ്. സംഗതി നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതും അതുപോലെ തന്നെ ആ ഒരു സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു സെക്കൻഡ്, ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതിൻ്റെ അകത്ത് പ്രൈസ് കൊടുത്തിരിക്കുന്നത് 399 രൂപ. നമ്മൾ പോളോൻ്റെ പഴയ പാക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് 314 രൂപ. എനിക്കൊന്നും കളറിന് റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് 4 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് 4 കളർ ഓപ്ഷൻസ് ഉണ്ട് എവിടെ. പക്ഷേ ശ്രദ്ധിച്ചു, ഓൺലി ഫോർ കൊമേഴ്സ്യൽ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പാക്കിംഗ് കണ്ടോ? ഈ പാക്കിങ്ങിൽ ഇതിൻ്റെ മേളിൽ വേറൊരു സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ പ്രൈസ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. 399 പ്രൈസ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 340 റുപ്പീസാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 240 രൂപ. 250 രൂപ അത് തന്നെ. നല്ലോണം പേർക്കുന്നുണ്ടോ, നല്ല ചൂട്. ഓ മൈ ഗോഡ്, വാട്ട് ഐ ഡു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവനെയും അൺബോക്സ് ചെയ്യാം. ഇതും നല്ല ഉഗ്രനായിട്ടുള്ള പാക്കിംഗ് ആണ്. ഇപ്പോഴായി പിന്നെ എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല. എല്ലാം നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. വെരി ഗുഡ്. ഇതിൻ്റെ കടമയുള്ള ഒരു സ്നാപ്പി വരും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് നവംബർ 2024 മാനുഫാക്ചറാണ്. ഇതിൻ്റെ അകത്ത് ബാച്ച് നമ്പർ 2024. ഇതിനകത്ത് മാനുഫാക്ചറിങ് ഇയർ കൊടുത്തിട്ടില്ല. വാട്ട് ഈസ് ദിസ്? അപ്പോൾ നമുക്ക് ഇവനെയും പുറത്തേക്ക് എടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പാക്കിങ് ഞാനിപ്പോൾ വലിച്ചു കയറി വീഡിയോന് വേണ്ടി കാണിക്കും. പക്ഷേ ഞാൻ ഈ പാക്കിംഗ് ഒന്നും കളയത്തില്ല, സൂക്ഷിച്ച് നോക്കും. എന്താണെന്ന് അറിയാൻ പാടില്ല. ചില ആൾക്കാരുണ്ടല്ലോ ഈ ഹോട്ട് വീൽസ് വാങ്ങിയിട്ട് ആ പാക്കിങ് കളയത്തില്ല. ആ ഹോട്ട് വീൽസിൻ്റെ ആ ഒരു കവറോട് കൂടിയായിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്, സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ടൈപ്പൊന്നുമില്ല. എന്നാൽ പോലും നശിപ്പിക്കാതെ നമുക്ക് കീറാൻ പറ്റുമോ എന്ന് നമുക്ക് ട്രൈ അടിച്ച് നോക്കിയാലോ. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ? നമ്മളെപ്പോഴും നശിപ്പിക്കണം എന്തിനാണല്ലേ? ഇങ്ങനെ പതുക്കി പതുക്കി പതുക്കി. ഓക്കെ ഓക്കെ, നശിപ്പിക്കാതെ നമുക്കിതെങ്ങനെ പുറത്തേക്ക് എടുക്കാമെന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചലഞ്ച്. ഹലോ മിസ്റ്റർ എതുക്കാച്ചി. അയ്യോ ഗായ്സ്, ഞാനിത് മണ്ടനല്ലേ, നിങ്ങൾ പറയോട്ടോ. ഓക്കെ, ഹലോ മിസ്റ്റർ എതുക്കാച്ചി, കേട്ട് നല്ല എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് പാടിയത്. കോപ്പിറൈറ്റ് ഒന്നും വരില്ലെന്ന് വിചാരിക്കുന്നു, കാരണം നല്ല ശബ്ദമാണ്. ശബ്ദം നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു പിക്ചറൊക്കെ വേണമെങ്കിൽ എടുത്ത് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കാൻ പറ്റിയതാണ്. ഏജ് 3+, 3 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കാറാണ്. ദൈവമേ, ഇതും പോയാൽ അതുപോട്ടെ. ഞാൻ എൻ്റെ ടെർബോയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളോ. പോളോൻ്റെ മഞ്ഞയാണോ നിങ്ങൾക്ക് വൈറ്റ് ആണോ ഇഷ്ടപ്പെട്ടത്, അതോ യെല്ലോ ആണോ വൈറ്റ് ആണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആക്ച്വലി എനിക്കിത് രണ്ടും കണ്ടതിൽ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ യെല്ലോ കളറ് നല്ല ഷൈനിങ് ആണ് നൽകുന്നത്. എന്താ കാര്യം എന്നറിയോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മൈക്കൊന്ന് ഓണാണെന്ന് നോക്കിയാട്ടാ, കുറേ നേരം കിടന്ന് കഥകളാണ്. ഇത് രണ്ടും കാഴ്ചയിലൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ പോളോ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുള്ള പോളോ. എങ്ങനെ പറയാം, എനിക്ക് പോളോ എന്നോട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഇതിൽ ഏത് പോളോന്നും പിക്കപ്പ് ഉള്ളതെന്ന് നോക്കട്ടെ. നമുക്ക് രണ്ടുപേരും ഒരേ സൈഡിൽ വെച്ച് നമുക്ക് വിടാടാ. വെള്ള വണ്ടിക്കാണ് പവർ കൂടുതൽ. ആമ്പോ പോളി സാധനം. അപ്പോൾ പോളോ കൊള്ളാം. പോളോ ഞാൻ ഏകദേശം എടുത്തിരുന്നത് 240, 272. നിങ്ങളൊരു സാധനം വാങ്ങുകയാണ് കണ്ടല്ലോ, ഒരു സാധനം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഏതൊക്കെ സൈറ്റിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ വില എന്ന് നോക്കുക. പിന്നെ പല ഡീലേഴ്സും പല റേറ്റിലായിരിക്കും ഇടുന്നത്. ഞാൻ ഈ പോളോ വൈറ്റ് വാങ്ങിച്ചപ്പോൾ തന്നെ പല ഡീലേഴ്സിലും 300 രൂപക്ക് മുകളിൽ ഉണ്ടായിരുന്നു, 139 രൂപ ഉണ്ടായിരുന്നു. 139 രൂപക്ക് ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പോളോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് കുറേ നാളെ ഞാൻ വാങ്ങാൻ ശ്രമിക്കുന്നു വെച്ചാൽ അത് മിനിമം 2 ഓർഡറെങ്കിലും നമ്മൾ ചെയ്യണം. മിനിമം പോട്ടെ, 2 ഓർഡർ ചെയ്താൽ നമുക്ക് നഷ്ടമില്ല. 2 മേടിക്കാം. 2 മേടിച്ച് അപ്പോൾ 2 ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക്. അവരുടെ എല്ലാം ഒറ്റ സ്റ്റോക്കേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇവന്മാർ ഇത് കുറേ കൊല്ലോട്ടി ഇടുന്നത്? ഞാൻ വേണമെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഇത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ കുറേ നാളായിട്ട് കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ എനിക്ക് ഉണ്ടായിരുന്ന മറ്റൊരു കോമഡി ആയിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഞാനൊരു വുഡ്ലാൻഡിൽ ഒരു ബൂട്ട് ബുക്ക് ചെയ്തു. 500 രൂപക്കാണ്. ഒരു ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ വന്നതാണ് 500 രൂപക്ക്. ഞാൻ ബുക്ക് ചെയ്ത സാധനം കയ്യിലോട്ട് എടുത്ത് കയ്യിലോട്ടുമില്ല, ബുക്കിംഗ് എല്ലാം ഓക്കെ, പൈസ എല്ലാം പോയി. പിന്നെ ഒരു ദിവസം ഞാൻ തന്നെ ഇവർ പറഞ്ഞു നിങ്ങളുടെ ഫണ്ടൊക്കെ റീഫണ്ടായി, സെല്ലറിൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ ഇവരായിട്ട് കസ്റ്റമർ കെയറിലോട്ടൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഡീലറിൻ്റെ കയ്യിൽ ഇപ്പോൾ സാധനമില്ല, അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതായെന്ന് പറയും, റിജക്റ്റ് ആയെന്ന് പറയും, നിങ്ങളുടെ ഓർഡർ റിജക്റ്റായി. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ഈ ചിലയിടക്ക് ഫ്ലിപ്കാർട്ടുകാർ ചെയ്യുന്ന ഒരു ചെറിയ ഉടായ്പ നമ്പറാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം കണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ക്ലോസ് ഷോട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കളറ് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്.
അതൊരു ഇതായിട്ട് തോന്നി. പിന്നെ പറയുവാണെങ്കിൽ ഇവന്മാരുടെ 3ൻ്റെ അലോയൊക്കെ കൊള്ളാം, സെയിം അലോയ്സ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്രയും പ്രോഡക്റ്റ്സ് എല്ലാം സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. സെൻറ്റി വീൽ ഫോഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത്. വലിയ തെറ്റില്ലാത്ത പ്രോഡക്റ്റ്സ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ എത്ര 1 2 3 4 5 6 7 ആകെ 7 ഉണ്ട് നമ്മൾ സെൻറ്റിയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റില്ലാണ്ട് തോന്നി. 240 രൂപയ്ക്ക് പോളോ കിട്ടുന്നതാണ്. ആമസോണിൽ കയറി നോക്കുക, ഫ്രീ ഡെലിവറിയാണ്. 189 രൂപയ്ക്ക് സ്വിഫ്റ്റ് കിട്ടും. സ്വിഫ്റ്റ് നമ്മുടെ ആമസോണിൽ ഫ്രീ ഡെലിവറിയാണ്. മേടിച്ചോ, തകർത്തോ, പൊളിച്ചോ. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് ഷോട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസ് ലുക്കാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ക്ലോസ് ലുക്ക് കണ്ടു എങ്ങനെയുണ്ട് സാധനം കാണാൻ? വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസും ഫ്രണ്ടിലും നമുക്ക് ലൈറ്റ് കൂടുതലായത് കൊണ്ടിട്ട് അറിയുന്നില്ല. ലൈറ്റ് ഒന്ന് മാറ്റി നിന്ന് നോക്കാം. അവിടെയൊക്കെ ഇത് ഉണ്ട്, ഇവിടെ കളർ മങ്ങിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറൊക്കെ വളരെ വലിയ സുഖമൊന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ സാധാരണ ബേസിക് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഡോറൊക്കെ തുറയുന്ന ടൈപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഡോറൊന്നും അത്ര വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല. പക്ഷേ ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏകദേശം സ്വിഫ്റ്റിൻ്റെ എവിടേക്കോ സാമ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വയസ്സ് കുഴപ്പമില്ല. 189 രൂപ വലിയ തെറ്റില്ല എന്ന് പറയാം. ഇതെനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു 2007-8 ആ ടൈമിൽ ഇറങ്ങിയ ആ ഒരു സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ആ 2005 വന്ന ആ ഒരു ഡിസൈൻ. ഇതിന് ശേഷമുള്ള ഫേസ് ലിഫ്റ്റഡിൻ്റെ ആ ഒരു ലുക്കല്ല. അതായത് 2009 വണ്ടിക്ക് ചെറിയൊരു ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകിയ ബമ്പർ ഡിസൈനൊക്കെ മാറിയല്ലോ, ആ ഡിസൈനല്ല. അതിന് മുമ്പത്തെ ആദ്യത്തെ സ്വിഫ്റ്റിൻ്റെ ഡിസൈനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ എത്രത്തോളം ഉണ്ട് നമുക്ക് അളന്നും കൂടി നോക്കാം കേട്ടോ. ഏകദേശം 11 സെൻറ്റിമീറ്റർ 11-11.5 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമുക്ക് മിറർ ടു മിറർ എടുക്കുകയാണെങ്കിൽ ഏകദേശം 6.5 സെൻറ്റിമീറ്റർ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് തോന്നി. പക്ഷേ എനിക്ക് പോളോ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പോളോയാണ് എനിക്കിത് വാങ്ങിയതിൽ. ഞാൻ ഇത്രയും ടോയ്സ് മേടിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പോളോൻ്റെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. 240 രൂപയ്ക്ക് ഇത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. കാറുകളിലൊക്കെ വെക്കാം. അപ്പോൾ ആമസോണിൽ കയറി തപ്പിക്കോ, സാധനം നല്ല സാധനം കിട്ടും. ഇത് ഞാൻ യെല്ലോ എടുത്തത്, റെഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് വൈറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, യെല്ലോ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട്. അപ്പോൾ 240 270 രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. അത് നമ്മൾ വൈറ്റ് 270 രൂപക്കാണ് മേടിച്ചിരിക്കുന്നത്. പണ്ട് സ്വിഫ്റ്റിൻ്റെ പേൾ വൈറ്റിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് തോന്നുന്നു ഈ പോളോൻ്റെ വൈറ്റിന് ഡിമാൻഡാണെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടി കാഴ്ചയിലൊക്കെ അത്യാവശ്യം നല്ല തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്വിഫ്റ്റും കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അതുപോലത്തെ അടുത്ത വീഡിയോയിൽ വെറൈറ്റി കാറുകൾ കൊണ്ടുവരാം. പിന്നെ കാറുകൾ മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്തോ. ഞാനത് വാങ്ങി ബാക്കിയുള്ള യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. എൻ്റെ കൈ വിറക്കുന്നുണ്ട്, ഒരു കയ്യിൽ ഫോണും പിടിച്ചാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അതുവരെയും ടാറ്റ ബൈ ബൈ.